ഇവിടെയാണോ? ഇവിടെയാണോ? ശരത്തെ, ആ സാറേ. ഒരു ചെറിയ പരിപാടിക്കുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിൽ ഉണ്ടാവില്ലേ? ആ, അതൊക്കെ ഉണ്ട് സാറേ. വണ്ടി അകത്തോട്ട്. ഇതല്ലേ വണ്ടി? ആ സാറേ. ഞാൻ നോക്കിയൊക്കെയാണ്. ഈ വണ്ടിയുടെ ആൾക്കാരെവിടെ? സാറേ, അവന്മാർക്ക് ഒരു കയ്യബദ്ധം പറ്റിയതാ. ആയിക്കോട്ടെ, അവന്മാരെവിടെ? മര്യാദക്ക് അവന്മാരെവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ അവരെയും കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു ലോക്ക് ഇട്ടിട്ടേ നമുക്ക് ഒരുമിച്ചങ്ങ് പോവാല്ലേ? അതെ സാറേ. സർ, ഉത്തമൻ. മനസ്സിലായി. താനൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടല്ലടോ ഞാനിങ്ങോട്ട് പോകുന്നത്. അപ്പോഴെങ്ങനാ ഡ്യൂട്ടി തുടങ്ങുമല്ലേ? സാറ് വരുന്നവരെ ഇറങ്ങിയിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഡ്യൂട്ടി തുടങ്ങിയിരുന്നു സാർ. ആളെ സ്റ്റോർ റൂമിൽ എത്തിച്ചിട്ടുണ്ട്. അരവിന്ദ് സാർ പുറത്തല്ലേ? ആളെ കുറച്ചേരം കൂടി സ്റ്റേഷനിലേക്ക് എത്തിക്കാതിരുന്നാൽ മതി സാർ. അയാൾക്ക് പുലരുവോളം ഓടാനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. താനങ്ങോട്ട് ചെല്ല്, ഞാൻ വരാം. സർ. ഹലോ. ഹലോ സാർ. അവന്മാരെ പൊക്കി. വെരി ഗുഡ് സാർ, ഞാൻ എത്താൻ കുറച്ച് വൈകും. സാറേ, ഇവന്മാരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന അവർക്ക് കിട്ടാൻ പോണത് ആകെ 3000 രൂപയുടെ പെറ്റിയാ. ഈ നാട് മൊത്തം അവന്മാർ എന്നെ ഓടിച്ചിട്ടുണ്ട്. ഞാൻ അതിനുള്ളതൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് എത്തിയാൽ പോരെ സാറേ? മതി, താൻ പതുക്കെ വന്നാൽ മതി. ക്രമസമാധാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. ഉള്ള സമാധാനം തകർക്കുന്നവരെ കത്രിക പൂട്ടിട്ട് പൂട്ടാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. തന്നെപ്പോലെ നല്ല 2 പോലീസുകാരെ കൂടെ കിട്ടിയാൽ ഞാൻ ഈ നാടങ്ങ് നന്നാക്കിയെടുക്കും. സാർ, സാറിൻ്റെ ഒരു പുഷുകളുണ്ടായി ഇവിടം വരെ എത്തിയത്. താങ്ക് യു സാർ. ശരി, എന്നാ കാര്യങ്ങൾ നെരിപ്പായി നടക്കട്ടെ. ഓക്കെ, ജയ് ഹിന്ദ് സാർ. ജാക്സന്മാരുടെ കൊട്ടുവെച്ച് എന്താരംഭിച്ചാലും വച്ചടി കയറ്റമാണെന്നാണല്ലോ കരക്കമ്പി. ജാക്സന്മാരൊക്കെ വന്ന സ്ഥിതിക്ക് കാർ ഓണറുടെ കേക്കും ജാക്സന്മാരുടെ കൊട്ടും സാക്ഷിയാക്കി ഞാൻ ഈ നസീറിനെ ഷീലെ അങ്ങ് ഒരുമിപ്പിക്കാൻ പോവുക. എതിരഭിപ്രായം ഇല്ലാത്തവർക്ക് മധുരം കഴിക്കാം. താങ്ക് യു സാർ. നാണം കൊടുക്കാവുന്ന കേക്ക് മുറിക്കടോ. അപ്പോഴെങ്ങനെയാ ശങ്കര, തുടങ്ങുകയല്ലേ? റെഡി? 1 2 3 4